അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിരിയാണിയിലോട്ടുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി ചേർക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. പിന്നെ ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ബീഫൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പല ബീഫിനും പല വേവായിരിക്കും. ഞാനിവിടെ ഒരു 10 വിസിലോളം ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഞാനിതിലോട്ടുള്ള സവാളൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് നിരടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സവാളൊക്കെ നല്ല തിന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ചോറൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലോട്ട് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു ബേ ലീഫ് എല്ലാം കൂടി കുറച്ച് ഒരു അര സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഞാൻ റൈസ് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ കഴുകി ഊറ്റി വെച്ച റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കില്ല അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ടാണ് ഈ റൈസ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലോട്ട് ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഗീ റൈസിലും അതുപോലെ തന്നെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇല ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഞാൻ ഒറ്റ വിസിൽ മാത്രമേ അടുപ്പിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ആ വിസിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി അതിലോട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റാക്കി എടുക്കണ്ട, ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ നല്ലത്. നമ്മളങ്ങനെ കല്ലിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല പേസ്റ്റാക്കി എടുക്കണ്ട. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാനിലോട്ട്, ഏത് പാനിലാണോ നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സവാള വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സവാള നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവിയൊക്കെ കളഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവാളയും ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ പാനിന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ആ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ഉണ്ടല്ലോ അതിട്ടിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് സവാള, ഞാൻ അധികം സവാള എടുക്കുന്നില്ല കേട്ടോ. ഇതൊരു 1.5 സവാള മാത്രമേ ഉണ്ടാവുള്ളൂ. അതിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്യുമ്പോഴും കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടുള്ള പൊടികളാണ് ചേർക്കുന്നത്. പൊടികളായിട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. അത്രയും പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളുടെ നേരത്തെ വേവിച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ബീഫിലും മസാലയിലൊക്കെ നന്നായിട്ട് ആ ബീഫൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ചെറിയ തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ് അതും ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് കിട്ടണം. ഇപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. തുറന്ന് നോക്കിയപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടയാത്ത തക്കാളി ഞാൻ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കണ്ടോ, ഇനി ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരോ പുളിയില്ലാത്ത തൈരൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പുതിനയും മല്ലിയിലയും കൂടി അരിഞ്ഞ് വെച്ചതാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബീഫും ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്തതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ദമ്മിടാൻ പോവുകയാണ്. ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മൾ മല്ലിയില പുതിന അരിഞ്ഞ് വെച്ചിരുന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടല്ലോ, അതും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ടെ. ഇത് ഈ അടപ്പിന് ഹോൾസ് ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ആവിയൊന്നും പുറത്ത് പോവില്ല. ഇപ്പോൾ നിങ്ങൾ ഹോൾസ് ഉള്ളതാണെങ്കിൽ ഒരു ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചാൽ മതി, ദമ്മിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള, ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലോട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്തെന്നായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.